താമരശ്ശേരി ഷെഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം. 6 വിദ്യാർത്ഥികൾക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. 50,000 രൂപ ബോണ്ട്, വിദ്യാർത്ഥികൾ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് രക്ഷിതാക്കൾ സത്യവാങ്മൂലം നൽകണം തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് ജാമ്യം. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത്, രാജ്യം വിട്ടു പോകരുത് തുടങ്ങിയ വ്യവസ്ഥകൾ വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ ഉറപ്പു നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഉപാധികളിന്മേൽ വിവരങ്ങൾ എന്താണ്? ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായിട്ടുള്ള 6 വിദ്യാർത്ഥികൾക്കും ജാമ്യം നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ വീണ്ടും ഈ ജുവനൈൽ ഈ ഒബ്സർവേഷൻ ഹോമിൽ തുടരുന്നത് ബാലനീതി നിയമത്തിന് എതിരാണ് എന്നുള്ള ഒരു നിരീക്ഷണം കൂടി ഈ ഉത്തരവ് പുറപ്പെടുവിച്ച സമയത്ത് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. 50,000 രൂപയുടെ ബോണ്ട്, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ സമാനമായിട്ടുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത്, രാജ്യം വിട്ടു പോകരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, ഒപ്പം തന്നെ അന്വേഷണവുമായിട്ട് സഹകരിക്കണം. ഇതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ സത്യവാങ്മൂലം നൽകണം. ഈ വ്യവസ്ഥകളോടെയാണ് നിലവിൽ 6 വിദ്യാർത്ഥികൾക്കും ജാമ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ച ഈ ജാമ്യ ഹർജി പരിഗണിച്ച സമയത്ത് ഒരു ഇടക്കാല ഉത്തരവെന്നുള്ള രീതിയിൽ ഒരു ദിവസത്തേക്ക് ഈ 6 വിദ്യാർത്ഥികളെയും +1 അഡ്മിഷന് വേണ്ടിയിട്ട് വിടാനായിട്ടുള്ള ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇടക്കാല ആശ്വാസം എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ വീണ്ടും ഈ ഒബ്സർവേഷൻ ഹോമിൽ തുടരേണ്ടതില്ല എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 6 വിദ്യാർത്ഥികൾക്കും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ സർക്കാർ ഇവരുടെ പരീക്ഷാ ഫലം അടക്കം, SSLC പരീക്ഷാ ഫലം അടക്കം തടഞ്ഞു വെച്ചതിനെ ഹൈക്കോടതി വലിയ രീതിയിൽ വിമർശിക്കുകയും ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കർശന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ, ഒപ്പം തന്നെ രക്ഷിതാക്കളുടെ ഉറപ്പുൾപ്പെടെയുള്ള സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 6 കുറ്റാരോപിതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ അവരുള്ളത് കോഴിക്കോട് ഒബ്സർവേഷൻ ഹോമിലാണ്. വീണ. ഓക്കെ, ശരി.